കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. വൈകിട്ട് 3:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കടലാക്രമണമുണ്ടായ തൃക്കുന്നപ്പുഴയിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു. റോഡിലെ മണൽ നീക്കാനെത്തിയ JCB നാട്ടുകാർ തടഞ്ഞു. കടൽ ഭിത്തി സ്ഥാപിക്കുന്നതിൽ നടപടി ഉണ്ടാകുന്നതുവരെ മണ്ണുമാറ്റാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണിപ്പോൾ നാട്ടുകാർ. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക എന്ത് സംഭവിക്കുമെന്നറിയാൻ വയ്യാതെ. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്ന് കാര്യം ശരിയാ. 10 ലക്ഷം രൂപയെങ്കിലും ഇന്നും കിടക്കുക അവരുടെ തന്നെ. ഞങ്ങൾ പകുതി പൈസ കൊടുത്താണ് ഞങ്ങൾ കിടപ്പാടം ഉണ്ടാക്കുന്നത്. അത് തീർത്ത് തരണമെങ്കിൽ കോൺട്രാക്റ്റിന് നമുക്ക് പൈസ കൊടുക്കണ്ടേ. നമ്മളെ കൊണ്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കാൻ നമുക്ക് മാർഗമില്ല. പിന്നെ അനുവദിച്ച് കിടക്കുന്ന പോലും നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. അതും കൂടെ ഒക്കെ തന്ന് ഞങ്ങൾ ബാക്കി പലിശയ്ക്കും പങ്കിനും ഒക്കെ വാങ്ങിച്ചു കൊടുത്താലും ഞങ്ങൾക്ക് കിടപ്പാട് ഭാഗത്തുള്ളൂ. ഞങ്ങൾക്ക് ഇത് വിട്ടേച്ച് ഞങ്ങൾക്ക് പോകാനൊക്കെ. ഞങ്ങൾ കുഞ്ഞുമക്കളുമായിട്ട് എവിടെ ചെന്ന് കയറും. ഞങ്ങൾക്ക് വീടുകളില്ല പോയി കിടക്കാം. ആരും വിളിച്ചു കയറ്റി കിടത്താനില്ല. പണ്ടത്തെ കാലമല്ല ഒരു റെങ്ങുപെട്ടിയുമായിട്ട് നടക്കാൻ. ഇന്ന് എല്ലാ വീടുകളിലും ഒരു കിടക്കാനാണെങ്കിലും ഇരിക്കാനാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കടൽ കയറുമ്പോൾ മാത്രം നോക്കാൻ വരും. വന്നേച്ചും പറയും എല്ലാം ശരിയാക്കാം. പിന്നെ ആ കടൽ അങ്ങോട്ട് പതിഞ്ഞു കിടന്നാൽ പിന്നെ ഒരു മനുഷ്യരെയും കാണത്തില്ല. ഞങ്ങൾ ഒരാളുകളും വരത്തില്ല. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. പ്രതീഷ്, ഈ കള്ളക്കടൽ പ്രതിഭാസം എന്നത് കേരള തീരത്ത് അതിൻ്റെ ഭാഗമായി വലിയ ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇനിയും അത് വലിയ കടൽക്ഷോഭത്തിന് ഇടവരുത്തും എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീരപ്രദേശങ്ങളിലുള്ളവർ ഏത് തരത്തിലുള്ള ജാഗ്രത ആണ് പുലർത്തേണ്ടത്? ഗോപികൃഷ്ണൻ, കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. 2 ദിവസം മുമ്പായിരുന്നു സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം കേരളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടായി മാറ്റിയെങ്കിലും ഇപ്പോഴും ശക്തമായ വലിയ ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പും സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രവും അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3:30 വരെയാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. മത്സ്യത്തൊഴിലാളികളും തീരമേഖലയിലുള്ളവരും പ്രത്യേക ഒരു ജാഗ്രത പാലിക്കേണ്ട നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ തീരമേഖലകളിൽ വലിയ നാശനഷ്ടം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വലിയതുറ ഭാഗത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വലിയ തിരമാലകളാണ് ഈ തീരദേശത്തേക്ക് ആഞ്ഞ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ളവരൊക്കെ തന്നെ സുരക്ഷിതമായി ഇരിക്കണമെന്ന നിർദ്ദേശമാണ് നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം അറിയിച്ചിരുന്ന കാര്യം. ഈ നേരത്തെ കള്ളക്കടൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ തീരമേഖലയിലുള്ളവരെ പരമാവധി മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളടക്കം ഈ തീരമേഖലയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മേഖലയിലുള്ള തീരത്ത് വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കടലാക്രമണങ്ങൾ ഉണ്ടായപ്പോൾ പൊഴിയൂരിലടക്കം വലിയ നാശനഷ്ടങ്ങൾ 2 ആഴ്ച മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടി ഒരു മുൻകരുതലിന്റെ ഭാഗമായാണ് പിന്നീട് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് വന്നപ്പോൾ കൃത്യമായൊരു നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കും തീരമേഖലയിലുള്ളവർക്കും നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം മേഖലയിൽ പരമാവധി നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നലെ അഞ്ചുതെങ്ങ് ഭാഗത്തടക്കം ഈ ജനവാസ മേഖലയിലേക്ക് തിരമാലകൾ അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് വരെയാണ് ഈ മുന്നറിയിപ്പ് ഉള്ളത്. അതിനുശേഷം ഈ ശക്തമായ തിരമാലകളുടെ ആ ഒരു സാഹചര്യം ഒഴിവാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരിക്കുന്ന കാര്യം. ശരി, ഏതായാലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പ് വൈകിട്ട് വരെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരമാലയുടെ സാന്നിധ്യം അതോടുകൂടി ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകളും കടൽക്ഷോഭവും ഉണ്ടായത് തീരപ്രദേശത്തുള്ളവർക്ക് ദുരിത ജീവിതം സമ്മാനിച്ചിരിക്കുന്നു. അതിന്റെ പ്രതിഷേധം തൃക്കുന്നപ്പുഴയിലെ നാട്ടുകാർക്കിൽ നിന്ന് കാണാനും കഴിയുന്നുണ്ട്. മനീഷ് മഹിവാലുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. മനീഷ്, എന്തെങ്കിലും ഒരു കടൽക്ഷോഭമോ ഏതെങ്കിലും തരത്തിൽ ഉയർന്ന തിരമാലകൾ അടിക്കുമ്പോൾ മാത്രം തിരിഞ്ഞു നോക്കുന്ന അധികാരികളെ കുറിച്ചാണല്ലോ അവിടുത്തെ നാട്ടുകാർക്കുള്ള പ്രധാനപ്പെട്ട പരാതി. അതിൽ അവർ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ തീരദേശവാസികളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം? ഈ പുതിയ സാഹചര്യത്തിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാനോ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ?
ഗോപികൃഷ്ണൻ, ഞാൻ നിൽക്കുന്നത് തൃക്കുന്നപ്പുഴയിലാണ്. സമാനമായ സാഹചര്യമാണ് തൃക്കുന്നപ്പുഴയിലും ഉള്ളത്. അവിടെ തൃക്കുന്നപ്പുഴയിൽ നിന്ന് വലിയഴീക്കലിലേക്കുള്ള തീരദേശ റോഡിൽ ഗതാഗതം നിലച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ വലിയ വാഹനങ്ങളൊന്നും കടന്നു പോകില്ല. ഇവിടെ ചെറിയ ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുകയുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതലാണ് ഈ റോഡിലേക്ക്, അതായത് തൊട്ട് അപ്പുറത്ത് കടലാണ്, കടലിൽ നിന്നും ഈ തീരദേശ റോഡിലേക്ക് മണൽ വന്ന് നിറഞ്ഞു. ഈ റോഡ് മൊത്തം മണലായതിനു ശേഷം വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ഇനി ആളുകളൊക്കെ തന്നെ ഒത്തുപിടിച്ച് ഉന്തി തള്ളിവിട്ടാൽ മാത്രമായിരിക്കും കാറുകളോ അങ്ങനെ നാൽചക്ര വാഹനങ്ങളൊക്കെ കടന്നു പോവുക. വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് ഈ മണ്ണ് കുറച്ചൊക്കെ മാറ്റി അല്പമെങ്കിലും വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. നാട്ടുകാർ രാവിലെ JCB ഉപയോഗിച്ച് ഈ മണ്ണ് മാറ്റാൻ ഉദ്യോഗസ്ഥരടക്കം എത്തിയപ്പോഴും ഇത് മാറ്റാൻ അനുവദിച്ചില്ല. കാരണം തൊട്ടപ്പുറത്ത് കടലാണ്, അവിടെ കടൽഭിത്തി ഇല്ല. ഈ കടൽഭിത്തി നിർമ്മിച്ച് അങ്ങോട്ടേക്കുള്ള ഈ തീരദേശ ജനതയെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒഴുകാതിരിക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുന്നത് വരെ ഇവിടെ നിന്നും ഈ റോഡിൽ നിന്നും മണ്ണ് മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇത് റോഡാണ്, പക്ഷേ ഇവിടെ നമുക്ക് കാണാം ഇത്ര വലിയ ആഴത്തിൽ, അതായത് എൻ്റെ ഈ കൈക്കൊപ്പം ആഴത്തിലാണ് ഇവിടെ ഈ മണൽ വന്ന് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കടലും അപ്പുറത്ത് വീടുകളുമാണ്. ഈ കടൽ വന്ന് കയറി ഒരുപാട് വീടുകളിലേക്ക് ഇന്നലെ രാത്രി അടക്കം വെള്ളം കയറി. പക്ഷേ വീടുകളിൽ നിന്നൊന്നും മാറി താമസിക്കാൻ, പഴയ പോലൊന്നും ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ ആളുകൾ തയ്യാറല്ല. കാരണം മാറി താമസിച്ചാൽ അവർക്ക് വീടുകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്, തങ്ങൾ ഒരു കാരണവശാലും ഇവിടെ നിന്നും ഈ മണ്ണ് മാറ്റാൻ അനുവദിക്കില്ല. അത് ഉദ്യോഗസ്ഥർ വരണം, ഇവിടുത്തെ സ്ഥലം MLA വരണം, അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വന്ന് ഇവർക്ക് അതിനുള്ള മറുപടി നൽകിയാൽ മാത്രമേ ഇവർ പിരിഞ്ഞു പോകൂ എന്ന നിലപാടിലേക്കാണ്. എന്താണെങ്കിലും ഈ മണ്ണ് മാറ്റാൻ നിങ്ങൾ അനുവദിക്കില്ല? മണ്ണ് മാറ്റാൻ അനുവദിക്കുന്നില്ല. കാരണം റോഡിൻ്റെ പണി മുട്ടിൻ്റെ പണി നടക്കാതെ ഒരിക്കലും മണ്ണ് മാറ്റത്തില്ല. ഒരു മാസം കഴിഞ്ഞ് അന്ന് പറഞ്ഞ മണ്ണ് April 1 മണ്ണ് മാറ്റി തരാൻ, ഞങ്ങൾക്ക് ചാക്കി നിറച്ച് തരാമെന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് എല്ലാം ഞങ്ങൾക്ക് ഒപ്പിട്ട് വരെ തന്നതായിരുന്നു. ഞങ്ങൾ അങ്ങനെ സമ്മതിച്ച് മണ്ണ് മാറ്റി ഇവിടെ ഒരാളിൻ്റെ പൊക്കത്തിൽ മണ്ണ് വെച്ചതാണ്. ഇപ്പോൾ വീണ്ടും കടലിൽ കയറി മൊത്തം മണ്ണും അങ്ങനെ. ഇനി ഞങ്ങൾക്കത് ചെയ്യാതെ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഈ മണ്ണ് മാറ്റത്തില്ല. ഇവർ പറയുന്നത് കടൽഭിത്തി നിർമ്മിച്ച് നൽകാതെ ഇനി ഇത്തരത്തിൽ ഈ മണ്ണ് ഇവിടുന്ന് മാറ്റാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ നിർമ്മാണം എന്നത് ഈ തീരദേശവാസികളുടെ എത്രയോ നാളുകളായിട്ടുള്ള ആവശ്യമാണ്. കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴും ഉയർന്ന തിരമാലകളുടെ സാന്നിധ്യം ഉള്ളപ്പോഴും മാത്രം തിരിഞ്ഞു നോക്കുന്ന അധികൃതർ എന്ന പരാതി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തീരദേശവാസികൾ മാറുന്നു എന്നതാണ് തൃക്കുന്നപ്പുഴയിലെ നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും, മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേള, മറ്റു വാർത്തകൾ നമുക്ക് നോക്കാം. ഈ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.